സുന്ദരി സുന്ദരി നിൻതുമ്പു കെട്ടിയിട്ട ചുരുൾ മൂടിയിൽ തുളസി കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു. വീട്ടിൽ പോയി ഭാര്യയെ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, സുന്ദരി. ഈ മനുഷ്യൻ ക്ലാസ് കൂടിയെന്ന് പറഞ്ഞപ്പോ അവർക്ക് വിശ്വസിക്കാനായില്ല. പക്ഷെ ഭാര്യയെ ആദ്യമായിട്ട് നോക്കി സുന്ദരി എന്ന് വിളിച്ച ആളെ ഭാര്യ മറക്കില്ല. നമ്മൾ സുന്ദരി എന്ന് വിളിച്ചില്ലെങ്കിൽ അപ്പുറത്തുള്ളവൻ സുന്ദരി എന്ന് വിളിച്ച് അവളെ കൊണ്ടുപോകും. എത്രയോ കഥകൾ, എന്നെക്കാ കൂടുതൽ നിങ്ങൾക്ക് അറിയാം ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭാര്യയെ കരളെ എന്ന് വിളിക്കാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫിനോട് ചോദ്യര്, നിങ്ങളെ ആരെങ്കിലും കരളെന്ന് വിളിച്ചാൽ നിങ്ങളുടെ കരളൊന്ന് അലിയത്തില്ലേ? അലിയും ഇല്ലേ? എന്റെ കരളെ ഒന്ന് അടങ്ങ് എന്ന് സോമശേഖരൻ സാറ് പറയുമ്പോ ഒരു വല്ലാത്ത തരിപ്പില്ലേ? കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല കരള എന്ന് വിളി. അപ്പൊ പുറത്തുനിന്ന് കിട്ടുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ആ വഴി പോകും. അപ്പൊ തീർച്ചയായിട്ടും വീട്ടില് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ചെയ്യാത്തതൊന്നും നിങ്ങളോട് പറയത്തില്ല. പെണ്ണുമ്പള വീട്ടിൽ ഉടക്കി, നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഡോറാണ് എന്നോട് ദേഷ്യം വരുന്നു. ഫ്രിഡ്ജ് വലിച്ചുറക്കുക അടയ്ക്കുക, അല്ലെങ്കിൽ കൊച്ചിന്റെ പുറത്തിട്ട് അടിക്കുക. ഇതൊക്കെയാണ് വീട്ടിലെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അവിടെ അതാണ് അല്ലെ, ഫ്രിഡ്ജാണ്. അപ്പൊ മൂന്നാമത്തെ ഫ്രിഡ്ജ് എന്റെ വീട്ടിലിരിക്കുന്നത്. കാരണം എന്നോടുള്ള ദേഷ്യത്തിന് ഫ്രിഡ്ജ് തുറക്കുക അടയ്ക്കുക, ഇതാണ് പണി. ഈ പാത്രം കിട്ട് ചിലിക്ക് ഒച്ച കേൾപ്പിക്കുക, പിഞ്ഞാണം വെച്ച് അടിക്കുക, ഇതൊക്കെയാണ് പണി. അപ്പോ ഞാൻ ഈ അവയർനെസിന്റെ ലോകത്തേക്ക് 38ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ സൈക്കോളജി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല. അവർക്ക് ചെറിയ 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 കാര്യങ്ങളാണ് അവർക്ക് സന്തോഷം. ഞാൻ വിവാഹ വാർഷികത്തിന് 1 പവന്റെ റിങ് മേടിച്ച് സർപ്രൈസ് ആയിട്ട് കൊടുത്തപ്പോ ആ പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചത്, ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടാണ് പിന്നെ ആലുക്കാസ് ജ്വല്ലറിയുടെ മാനേജര്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പൈസ ലെസ് ചെയ്ത് കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ ആലപ്പുഴ ആലുക്കാസിന് മേടിച്ചു കൊടുത്തത്. ഇത് ഞാൻ കൊണ്ടുവന്ന് ഫസ്റ്റ് വിവാഹ വാർഷികത്തിന് സർപ്രൈസ് ആയിട്ട് കയ്യിലിട്ട് കൊടുത്തോ പറയാ, എടുത്ത് നോക്കി കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാ, ഭീമാ ജ്വല്ലറിന്ന് മേടിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ മേടിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മേടിച്ചു കൊടുക്കത്തില്ലായിരുന്നോ? പിന്നെ ഞാൻ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർക്ക് 1.5 പവന്റെ സ്വർണ്ണമൊന്നും ഒരു കാര്യത്തിന്റെ പിന്നിൽ ഒന്നുമല്ലെന്ന്. അങ്ങനെ ഞാൻ വിവാഹ വാർഷികത്തിന് ഇപ്പൊ ചെയ്യുന്ന പണി 30 രൂപയുടെ ചെലവ്. ലേഡീസ് പറയാവോ? എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ലേഡീസ് പറയാവോ? 30 രൂപയുടെ ചെലവ് എന്റെ വിവാഹ വാർഷികത്തിന്. ഭാര്യ ഹാപ്പിയാണ്. ഐസ്ക്രീം എന്തോ ഒരു സന്തോഷം എന്നറിയാം. നമ്മള് മുല്ലപ്പൂ ഒന്ന് പുറകെ വെച്ചു കൊടുത്ത് വിട്ടപ്പോ 30 രൂപയുടെ സന്തോഷവും അന്നത്തെ 30,000 രൂപയുടെ സന്തോഷവും എവിടെ കിടക്കുന്നു? ചിന്തിച്ചു നോക്കും. ഞാൻ പറഞ്ഞ ശരിയാണോ? ചെറിയ കാര്യങ്ങളല്ലേ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവര്? കുഞ്ഞു കാര്യങ്ങൾ. ഭർത്താവിന്റെ പേരെന്തോ? സുരേഷ് ബാബു കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോയി ആ മുറിയിൽ ചെന്നിട്ട് അകത്ത് 25 ദിവസം പൊട്ട് കൊടുത്ത് തന്നിട്ട് നെറുകയിലൊരു ചുമ്മനവും തന്നിട്ട് മുളകി കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ സന്തോഷം. 2,000 രൂപയുടെ സാരിയാണ്. രണ്ടും സന്തോഷമാണ്. പാലക്കാട് സ്ത്രീകളെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈശ്വരൻ, ഞാൻ ആദ്യമായിട്ടാണല്ലോ പാലക്കാട്. അതുകൊണ്ട് ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ, എനിക്കറിയത്തില്ല. ഞാൻ ശിശു. കാരണം ഞങ്ങളുടെ അവിടെയാണ് പറയും, ഇതാണ് 25 ദിവസം പൊട്ടിനേക്കാൻ വരും, ഒന്നുമില്ല അണ്ണാ, എപ്പോഴും ഇങ്ങനെ ചെയ്യണ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാര്യമാർ അവരുടെ എല്ലാ വേരുകളെയും പറിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവര് കുറെ ബാക്കി വെച്ചതുണ്ട്. അവരുടെ അച്ഛന്റെ സ്നേഹം, അവരുടെ പിതാവിന്റെ സ്നേഹം, അത് കൊടുക്കാൻ നിങ്ങൾ അവരുടെ നെറുകയിൽ ചുംബിക്കണം. ഈ മനുഷ്യൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ലാലു മലയിൽസ് മോർണിംഗ് എൻറിച്ച്മെൻറ്റ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഓൺലൈനായി നടത്തുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പാരൻറ്റിംഗ് ക്ലാസ്സുകളിലും മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. നന്ദി.